ഹായ് വ്യൂവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കത്രികയുടെ മൂർച്ച കൂട്ടാനുള്ള ഇതുമാതിരിയുള്ള ഇതുപോലത്തെ കത്രികയുടെ മൂർച്ച കൂട്ടാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കുന്നത്. അതിന് ചെറിയ സൂചി, നമ്മൾ കൈസൂചി ഉണ്ടല്ലോ, കൈസൂചി വെച്ചാണ് നമ്മളതൊന്ന് ചെയ്ത് നോക്കുന്നത്. ചെയ്ത് കാണിക്കാം. ഹെമ്മിങ് ഒക്കെ ചെയ്യുന്ന സൂചി അതുപോലെ അത് ചെയ്യുന്ന ഇതുപോലത്തെ സൂചി ഒരെണ്ണം എടുക്കുക. ആ സൂചി എടുത്ത് ഇതുപോലെ ചെയ്യണം. ഇത് എത്ര പ്രാവശ്യം ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ മൂർച്ച കൂടി വരുന്നത്. എൻ്റെ ഈ കത്രിക ഒട്ടും മുറിയാത്ത കത്രികയായിരുന്നു. അത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ലതായിട്ട് മുറിയും. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യണേ. 10-30 പ്രാവശ്യമെങ്കിലും ചെയ്യണം. നമുക്ക് എത്രത്തോളം മൂർച്ച കൂടുതൽ വേണമെന്ന് തോന്നുന്നു അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യണം. ഞാൻ അത്രയും ഇതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോ കട്ട് ചെയ്ത് കാണിക്കാത്തതാണ്. അതുപോലെ തന്നെ കാണിക്കുകയാണ്. എങ്കിലും നിങ്ങൾക്കത് വിശ്വാസമാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് ആ വ്യത്യാസം മനസ്സിലാവും. എത്ര മൂർച്ച വേണോ അതിനനുസരിച്ച് കൂടുതൽ ചെയ്യണേ. അപ്പോഴാണ് നല്ല മൂർച്ച വരുന്നത് കത്രികയ്ക്ക്. വെട്ടി നോക്കട്ടെ, വെട്ടി നോക്കാം. ഈ കത്രികയിൽ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കണത്. അപ്പോൾ വിചാരിച്ചൊരു വീഡിയോയും കൂടെ എടുക്കാമെന്ന്. അപ്പോൾ സക്സസ് ആണെങ്കിൽ അത് ഇടാമല്ലോ എന്ന് വിചാരിച്ച്. ഇനി മൂർച്ച വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് വെട്ടി നോക്കട്ടെ. നിങ്ങളെ പോലെ തന്നെ ആകാംക്ഷ എനിക്കുണ്ടത് മുറിയുമെന്നറിയാൻ വേണ്ടി. നന്നായിട്ട് മുറിയുന്നുണ്ടേ, നല്ലതായിട്ട് മുറിയുന്നുണ്ടേ. കണ്ടല്ലോ, നല്ലതായിട്ട് മുറിയുന്നുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇതുപോലത്തെ കത്രികയും വീടുകളിൽ വേസ്റ്റായിട്ട് കിടപ്പുണ്ട്. ആ കത്രികയിലും ഇത് പ്രയോഗിച്ചാൽ നടക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എല്ലാവരും ചെയ്ത് നോക്കണേ. നല്ല മൂർച്ചയുണ്ട് ഇപ്പോൾ കത്രികയ്ക്ക്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.